എനിക്ക് അവനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഒന്നാമത് ഈ മറ്റുള്ളവരുടെ ആഹാരം ഇങ്ങനെ കട്ട് തിന്നുന്നവനെ എനിക്ക് തീരെ ഇഷ്ടമല്ല. നമ്മളുള്ളത് വേറൊരാൾക്ക് കൊടുക്കുകയാണ് ഒരു ഞാനൊക്കെ കണ്ടന്റ് ഒന്നുമല്ല, നാർത്തിയാണ് ഇതൊക്കെ. അത് വേറൊരാളെ ശരിക്കും അതൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടൊക്കെ പറഞ്ഞ കേട്ടപ്പോൾ തന്നെ എനിക്ക് അതായത് എൻ്റെ അതൊന്നുമല്ല. നമ്മൾ ആദ്യം അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കണം, ഉള്ളത് എല്ലാവർക്കും കൂടെ വീതിച്ച് കൊടുക്കാൻ പഠിക്കണം. അല്ലാതെ ഈ രാത്രി എനിക്ക് വിശക്കണം. അപ്പോൾ ഞാൻ അതാണ് എനിക്ക് ഏറ്റവും ഇറിറ്റേറ്റഡ് ആയിട്ട് ഡയലോഗ് അതാണ്. ഞാനങ്ങനെ അകത്തോണ്ടായിരുന്നുണ്ടെങ്കിൽ മേലാവും മിണ്ടത്തിലായിരുന്നു, ഒരൊറ്റ ദിവസം മിണ്ടത്തുള്ളായിരുന്നു. ഞാൻ പെഡിക്യൂർ ചെയ്തും അത് ചെയ്തും എനിക്ക് എൻ്റെ ശരീരം നോക്കാൻ എനിക്കറിയാം. നിനക്ക് നിൻ്റെ ശരീരം നോക്കാൻ അറിയാമെന്ന് നീ വീട്ടിൽ ഇരിക്കണം, ഈ ബിഗ് ബോസ് ഹൗസിലല്ല വരേണ്ടത്. അതായത് എൻ്റെ ആഹാരം നിങ്ങൾ ഇവിടെ വന്ന് ഇത്രയും മെലിഞ്ഞു, എനിക്കത് പറ്റത്തില്ല, എനിക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് തിന്നും. അതിലൊക്കെ എനിക്ക് നൂറാന്ന് പറയുന്ന പെങ്കൊച്ചിനോട് ഞാൻ അന്ന് കയറി വോട്ടും കൊടുത്തു. നൂറയ്ക്ക് ചെയ്യാറുണ്ട് ഒരു ദിവസം കാര്യമുണ്ടല്ലേ. 100 ഒരു ദിവസം ഇവനെ ഇറക്കി വിട്ടൊരു സാധനം എന്തോ പറഞ്ഞില്ലേ, അതായത് ഇറങ്ങിപ്പോയി. അതായത് ഒരുത്തന്റെ മനോനിലയുടെ പ്രശ്നമാണ്. ഒരു നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെ സാഹചര്യം മനസ്സിലാക്കി, നമ്മളുടെ പോലെയാണ് മറ്റുള്ളവർ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി, കുറഞ്ഞ പക്ഷം ഇപ്പം നമ്മൾക്കുള്ളത് വീതിച്ചു കൊടുത്ത് നമ്മൾ അടിയും വഴക്കും ഫൈറ്റും ഒക്കെ ഇട്ടോട്ടെ. നമ്മളെല്ലാവരും ഹൗസിൽ ഏറ്റവും കൂടുതൽ സമയം ഏറ്റവും കൂടുതൽ കിച്ചണിൽ നിന്നിട്ടുള്ള ഒരാൾ ഞാനും ഷീച്ചേട്ടനും ഒക്കെയാണ്. അപ്പം അത് ഞാനൊന്നല്ല കേട്ടോ, ഒരുവിധപ്പെട്ട എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഏറ്റവും കൂടുതൽ ഫുഡിന് ബുദ്ധിമുട്ടുള്ള ഒരാൾക്കാർ നമ്മുടെ സീസണിലായിരിക്കും. 11 കിലോ എന്റെ കുറഞ്ഞിട്ടുണ്ട്, മറ്റേ പല ആൾക്കാർ ആ ഫുഡിന്റെ ഏറ്റവും ഷോർട്ടേജ് തന്നിട്ടുള്ള സീസൺ നമ്മളാണ്. അപ്പൊ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് ശരിക്കും ഇങ്ങനെ ഇറങ്ങിപ്പോയി അത് വീണ്ടും തിരിച്ചൊരു റീ എൻട്രി കൊടുക്കുന്നതിനോട് എന്താ അഭിപ്രായം? അപ്പോഴേ അടിച്ചുപൊളി കളഞ്ഞേക്കണം. ഈ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും കുറച്ച് പേരെങ്കിലും ഇതിൻ്റെ ബയോ കംപ്ലീറ്റ് ക്ലിയർ ചെയ്യും, BB ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസ് റിമൂവ് ചെയ്യും. ഞാൻ ഒരു BBയുടെ ഭാഗമാണ് എന്നുള്ള നിലനിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന പലരുണ്ട്. അപ്പോൾ ശരിക്കും എന്താ അത് അഭിപ്രായം? എന്റെ ബയോയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പം എൻ്റെ ഒരു ചവിട്ടുപടിയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഒന്നുമല്ല, ഞാൻ ബിഗ് സീറോ തന്നെയായിരുന്നു. ഞാൻ ഈ ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് ബിഗ് സീറോ. ഞാൻ പരസ്യങ്ങൾ അവിടെ ഇവിടെയും ചെറുതായിട്ട് അഭിനയിക്കുന്നു, അതും കട്ട് ചെയ്ത് കളയും. പിന്നെ പടത്തിൽ അവിടെ ഇവിടെയും ചെറിയ റോളുകൾ ചെയ്യും, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അങ്ങനെ എന്നെ വീട്ടിൽ നിന്ന് ലാസ്റ്റ് എൻ്റെ അച്ഛനൊക്കെ ഇറക്കി വിടുന്നു വരെ പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ ലാസ്റ്റ് വെച്ചാൽ നീ ഇതല്ലാതെ വേറെ പണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ മൂടാണോ? ഓരോ ആഴ്ചയിലും വീട്ടിൽ നിന്നുള്ള എവിക്ഷൻ ആയിരുന്നു. ഞാൻ ആദ്യം നേരിട്ട് എവിക്ഷൻ വീട്ടിൽ നിന്നായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനവിടെ ഗ്യാരേജിൽ ഇങ്ങനെ ഇരിക്കുക. അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെയാണെങ്കിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ഇനി സിനിമ എന്ന് പറഞ്ഞാൽ ഒന്നും ആവുന്നുമില്ല, ഒന്നും ആവത്തുമില്ല, വെറുതെ നിങ്ങൾ നിൽക്കണ്ട, നീ വേറെ ഇത്ര പഠിച്ചാൽ, നീ നല്ല പഠിത്തം പഠിച്ചിട്ടുണ്ട്, നീ പോയി എവിടെയെങ്കിലും ജോലിക്ക് പോയി പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വൈൽഡ് കാർഡിനെ കേറ്റും. അപ്പോഴും ഞാൻ ആ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കാൻ വേണ്ടി നിൽക്കുക. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ബിഗ് ബോസും കൂടെ അതും കൂടി ഇല്ലെങ്കിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. അതുകൂടി ഇല്ലെങ്കിലാന്ന് പറഞ്ഞു. അതായത് ഏകദേശം ഫെബ്രുവരിയിലാണ് അത് എന്നോട് പറഞ്ഞത്. മാർച്ച് ഞാൻ പറഞ്ഞു ഒരു മാർച്ച് 10-ാം തീയതി കഴിയുമ്പോൾ അറിയാം ഉണ്ടോ ഇല്ലോ. ഞാനൊക്കെ മാർച്ച് 1 മുമ്പ് വിളിച്ചിട്ട് തീരുമാനമായിട്ടില്ല. ലാസ്റ്റ് ഒരു മാർച്ച് 5-6 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവര് പറഞ്ഞ പക്ഷേ ഉണ്ട് പറഞ്ഞു. ഇല്ലേ ഉറപ്പായിട്ട് ഞാൻ ഇപ്പൊ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യേണ്ടി വന്നില്ല. നമുക്ക് മുള്ളൻകൊല്ലിന് മിസ്സായി, അർജുൻ ക്യാരക്ടർ മിസ്സായി അല്ലേ? ക്യാരക്ടറൊക്കെ പഠിച്ചു വെച്ചോ? ഞാനതൊക്കെ മറന്നു. മലയാള സിനിമയിൽ ഇതുവരെ മുള്ളൻകൊല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേലായുധനായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പുതിയ രൂപങ്ങൾ, ഭാവങ്ങൾ, വിശേഷമായിട്ട് കൂടെയുള്ള അഖിൽമാരാർ, സെറീന ആൻഡ് അഭിഷേക്. നമസ്കാരം. നമസ്കാരം. ഇത് നിങ്ങളെങ്ങനെ ഒത്തു? ഈ സീസൺ 5 മാറുന്നു. 7 ഉണ്ട്. അതെ, ആക്ച്വലി 7 ഉണ്ട് കേട്ടോ. 7 ഉണ്ട്, പറയുമ്പോ 7 ഉണ്ട്. ഇപ്പം ബിഗ് ബോസിൽ വൈൽഡ് കാർഡിൽ കയറിയ ലക്ഷ്മി ഇല്ലേ? അതെ. ഇത് നമ്മൾ പൊതുവെ പറയും ഈ നിഷ്പക്ഷത പിടിക്കണം എന്നുള്ളത്. ഇത് സീസണിന്റെ കാര്യത്തിൽ വരെ അത് പിടിച്ചിട്ടുണ്ട്. എല്ലാത്തരം പ്രേക്ഷകരെയും അതെ, 4-ൽ നിന്നൂടെ ഒരാളെ അടുത്ത പടം എടുക്കണം. 1 മുതൽ പിടിക്കാം. ഈ പൊതുവെ ആദ്യം തന്നെ ചോദിക്കാൻ തോന്നുന്നതാ, ഈ BBയിൽ വരുന്നതിന്റെ അതിന്റെ വലിയൊരു ഫെയിം, അതിന്റെ വലിയൊരു വേദിയും സാധ്യതകളെ കുറിച്ച് പറയുമ്പോഴും പൊതുവെ അതിൽ ഭൂരിഭാഗം പേരും ഈ സിനിമയെ സ്വപ്നം കൊണ്ട് സംസാരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എയിം ഉണ്ടായിരിക്കും. ഇതിനതിൻ്റെ അപ്പുറത്ത് ഒരു വശം പറയാറുണ്ട്. ശരിക്കും BBയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പല സ്വപ്നങ്ങളും അവിടെ അരിഞ്ഞേക്കാം, ഇല്ലാതായേക്കാം, കുറച്ചൊക്കെ തടസ്സങ്ങൾ പ്രത്യക്ഷപ്പെട്ടേക്കാം എന്നുള്ളതൊക്കെ. സത്യത്തിൽ അങ്ങോട്ട് തടസ്സമുണ്ടോ? ശരിക്കും ഇല്ല എന്നുള്ളതിന്റെ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ. ആ എണ്ണം വളരെ കുറവാണോ? മെജോറിറ്റി അപ്പുറത്തോട്ട് ജനറലൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് മേഖലയിലായാലും
ആരെങ്കിലും രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുന്നവൻ രക്ഷപ്പെടാത്തവൻ ചെയ്യാത്ത എന്തോ ഒന്ന് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നല്ല രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, നല്ല സിനിമാ നടന്മാരുണ്ട്, സിനിമാ മേഖലയിൽ എത്രയോ പേര് വേറും തൊഴിമും കാണിച്ച് എത്രയോ കേസുകളിൽ പെട്ട് നശിച്ചു പോയിട്ടുണ്ട്. ബിഗ് ബോസിൽ വന്നിട്ടുള്ളവരും രക്ഷപ്പെട്ടിട്ടുമുണ്ട്, നശിച്ചും പോയിട്ടുണ്ട്. രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ടവരുടെ മിടുക്ക്, നശിച്ചു പോയെങ്കിൽ അവർ രക്ഷപ്പെട്ടവരെ പോലെ ചിന്തിച്ചില്ല, പെരുമാറിയില്ല എന്നുള്ളതേ പറയാൻ പറ്റും. അല്ലെങ്കിൽ അവരുടെ ദൗർഭാഗ്യം എന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അല്ലാതെ ബിഗ് ബോസ് എന്നത് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ച് ഒരു ജനങ്ങളിലേക്ക് എത്താനും ജനത്തിന് കുറച്ചും കൂടെ മനസ്സിലാക്കാനും ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നു എന്നുള്ളതാണ്. സെറീന ഇവിടെ എന്താ പറയുക, അഖിലേട്ടനാണെങ്കിലും അഭിഷേകനാണെങ്കിൽ ഞങ്ങൾ മുമ്പ് പരസ്പരം മുമ്പും കണ്ടുമുട്ടിയിട്ടുണ്ട്, കൂട്ടിമുട്ടിയിട്ടുണ്ട്. പക്ഷെ സെറീന ഫസ്റ്റ് ടൈമാണ് കുറെ ഇങ്ങോട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞ് ദുബായിലങ്ങ് അല്ലേ. ഞാൻ ആക്ച്വലി ബോൺ ആൻഡ് റേസ്ഡ് ഇൻ ദുബായ്. അതുകൊണ്ട് ഇവിടെ പ്രോഗ്രാമിന് വന്നും പോയി നിൽക്കുന്നോണ്ടാണ് നമ്മൾ അധികം കണ്ടിട്ട്. അതെ കുറവായിരുന്നു. സോ ഹബീബി, വെൽക്കം ടു കൊച്ചി. എങ്ങനെ ഇവിടെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചേക്കേറാൻ ഒരു തീരുമാനത്തിലെത്തിയോ? കാരണം സിനിമകളും കാര്യങ്ങളും, കാരണം ഒരു ബിഗ് ബോക്സിന്റെ ഭാഗമായിട്ട് വന്നു, അതും കേരളത്തിലല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇവിടെ കാണുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് പൊതുവെ. അപ്പോ ഇനി ഇവിടെ അങ്ങോട്ടൊരു മൂവി നമുക്ക് പറയും പോലെ മാജിക്കൽ ഒരു ഡെസ്റ്റിനി ആണല്ലോ. നമുക്ക് അറിയത്തില്ല കറങ്ങിത്തിരിഞ്ഞ് എങ്ങനെയാണ്. ഇപ്പൊ തന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല ബിഗ് ബോസിൽ ലൈഫിൽ ഞാൻ വരുമെന്ന് ഓർത്തൊരു പ്ലാറ്റ്ഫോം ഒന്നും അല്ല. ഞാൻ ദുബായിൽ എന്റെ ഫാമിലി, എന്റെ മോഡലിംഗ്, എന്റെ പാജന്റ്, എന്റെ ജോലി വെച്ച് ജീവിച്ച ഒരാളാണ്. പ്രതീക്ഷിക്കാതെ ബിഗ് ബോസിൽ നിന്ന് കോള് വന്നു, കേറി, പിന്നെ ലൈഫ് അങ്ങ് മാറി. എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു വെച്ചിട്ട് പോ. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, ഞാൻ ഇതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ള രീതിയിൽ. ആക്ച്വലി പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ മിസ് ക്വീൻ കേരള ടൈറ്റിൽ വിന്നർ ആയതുകൊണ്ട് എന്നെ അങ്ങനെ വിളിച്ചതാ ഏഷ്യനെറ്റിൽ. അങ്ങനെ ഒരു കോൾ അപ്പൊ ഞാൻ ഇൻട്രസ്റ്റ് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്ക് കോൾ വരും. ബിക്കോസ് ഞാൻ അങ്ങനെ ഒരു കംഫർട്ട് ലെവലിൽ ഞാൻ ജീവിക്കല്ലേ. പക്ഷേ കൂടുതൽ പേരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ബിബിയിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നിട്ടൊന്നുമില്ല. എനിക്ക് വലിയ താല്പര്യം. പിന്നെ വിളിച്ചപ്പോ അങ്ങനെ പോയി. ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, വിളിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ കാത്തിരുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു കുഴപ്പമില്ല. പലരും സംസാരിക്കുന്നതിൽ ഞാൻ ഈ പലരും ഒരുപാട് പേരിരുന്നിട്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചു, ഞാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. എന്തോ ഇന്റർവ്യൂവിനെ വിളിച്ചേക്കുന്നത്. ഏതെങ്കിലും ഒരു കമ്പനി ഒരാളെ ഇന്റർവ്യൂവിന് വിളിക്കുന്നത് കമ്പനി ജോലിക്ക് എടുക്കാനാ? നീ ബിഗ് ബോസിലെ ഫൈനലിൽ ഇതില് കയറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പോകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവർ കിട്ടാതിരിക്കുമ്പോഴോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ അത് ഇവരൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് പറയും. ബിഗ് ബോസിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്ന്. എവിടെ എന്തിനു വിളിച്ചെന്നാ പറയുന്നത്? ഇന്റർവ്യൂവിനെ വിളിക്കുന്നത്. ഇതൊരു 3000-4000 പേരെ ഒരു വർഷം ഇന്റർവ്യൂവിന് വിളിക്കും. ആ ഇന്റർവ്യൂവിന് വിളിക്കുന്നവര് മറ്റേ ഒരുപാട് സൂം അറ്റൻഡ് ചെയ്തിട്ട് രണ്ടാമത് വിളിക്കത്തില്ല. അപ്പോഴേ തീരുമാനിച്ചു ഞാൻ പോകത്തില്ല. ഇനി ലാസ്റ്റ് ടൈം വിളിക്കുകയാണെങ്കിൽ അത്രയും ശമ്പളം ഉണ്ടല്ലോ. ശമ്പളം കിട്ടും. ആക്ച്വലി ഇങ്ങനത്തെ ആൾക്കാർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇല്ല എല്ലാ സീസണിലും നമുക്ക് പറയുന്നൊരു എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പോയില്ല.